മലയാള സിനിമയിലെ പ്രമുഖ താരമായ പൃഥ്വിരാജ് സുകുമാരൻ എക്കാലത്തും സൈബർ ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുള്ള വ്യക്തിയാണ്. അടുത്തിടെ റിലീസ് ചെയ്തതും മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളിൽ ഒന്നായി മാറിയതുമായ എമ്പുരാൻ എന്ന ചിത്രത്തിന് ശേഷം ഈ സൈബർ ആക്രമണങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയും വർഗീയത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ എമ്പുരാൻ ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ പശ്ചാത്തലത്തിലും പൃഥ്വിരാജിനെതിരെ ശക്തമായി സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ചിത്രമായ L3യെ കുറിച്ച് പൃഥ്വിരാജ് സുകുമാരൻ പ്രസ്താവന നടത്തിയെന്ന് ചില പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. L3 ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായിരിക്കുമെന്നും അണ്ടർ വാട്ടർ ആക്ഷൻ സീക്വൻസുകൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്നും പൃഥ്വിരാജ് പറഞ്ഞതായി ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും അസത്യമാണെന്ന് പൃഥ്വിരാജിന്റെ ഔദ്യോഗിക ഫാൻസ് ഗ്രൂപ്പായ പ്രൊഫഷ്യോ വ്യക്തമാക്കി രംഗത്തെത്തി. L3 സിനിമയെക്കുറിച്ച് പൃഥ്വിരാജ് സുകുമാരൻ പ്രസ്താവന നടത്തിയെന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച പ്രമുഖ ചാനലുകളുടെ നടപടിയെ ഞങ്ങൾ അപലപിക്കുന്നു. ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും അസത്യമാണ്. കൃത്യമായ വിവരങ്ങൾക്ക് സർസമിൻ പ്രമോഷനുകളിൽ നിന്നുള്ള ഔദ്യോഗിക അഭിമുഖ വീഡിയോകൾ പരിശോധിക്കാൻ എല്ലാ മാധ്യമങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി വ്യാജ പ്രൊഫൈൽ ഐഡിയിൽ നിന്നാണ് ഈ തെറ്റായ വിവരങ്ങൾ ഉണ്ടായതെന്ന് തോന്നുന്നു. പ്രൊഫഷോ തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിക്കുകയുണ്ടായി. റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് വസ്തുതകൾ പരിശോധിക്കാനും പൊതുജനങ്ങൾക്കും പൃഥ്വിരാജിന്റെ അഭ്യുദയകാംക്ഷികൾക്കും സത്യം വ്യക്തമാകുന്നതിനും തിരുത്തിയ വാർത്തകൾ പുനഃപ്രസിദ്ധീകരിക്കാനും ഞങ്ങൾ എല്ലാ ചാനലുകളോടും അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രൊഫഷണൽ സമീപനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് എന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. സിനിമ ആരാധക ഗ്രൂപ്പുകളിലും ഈ വിഷയം ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട്. ഫേസ്ബുക്കിലെ മൂവി സ്ട്രീറ്റ് എന്ന ഗ്രൂപ്പിൽ വിനീത് വാസുദേവൻ എന്നയാൾ പങ്കുവച്ച കുറിപ്പ് പൃഥ്വിരാജിനെതിരെ നടക്കുന്ന ടാർഗറ്റ് ആക്രമണങ്ങളെ കുറിച്ചും വ്യക്തമാക്കുന്നതാണ്. ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതൊക്കെ സർവ്വസാധാരണമായ ഒരു കാര്യവുമാണ്. ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതും ഹേറ്റ് ക്യാമ്പയിന്റെ പീക്കാണ്. ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുകയും ചെയ്യും. ഫേസ്ബുക്കിലെ കുറച്ചധികം അക്കൗണ്ടുകൾ പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്ത് വെറുപ്പ് പടർത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, വിനീത് വാസുദേവൻ എഴുതുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ചിത്രം അണ്ടർ വാട്ടർ ഫൈറ്റ് എന്നതൊക്കെ പൃഥ്വിരാജിന്റെ വായിൽ നിന്ന് വന്നിട്ട് പോലുമില്ലാത്ത കാര്യങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ പ്രശാന്ത് നീലിന്റെ അടുത്ത സിനിമയുടെ പേര് പൃഥ്വിരാജ് പുറത്തുവിട്ടുവെന്ന പ്രചരണവും തെറ്റാണെന്ന് വിനീത് വ്യക്തമാക്കുന്നുണ്ട്. 3 മാസം മുൻപ് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവിൽ ഈ സിനിമയുടെ പേര് ഉൾപ്പെടെ രാജമൗലി വരെ പരാമർശിച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് നീലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അടുത്ത സിനിമയിൽ ബിജു മേനോനും ടൊവിനോയും ഉണ്ട്, എനിക്ക് ഉറപ്പാണ് അവർ രണ്ടുപേരും അർഹിക്കുന്ന ബഹുമാനം അവരുടെ കഥാപാത്രങ്ങൾക്ക് പ്രശാന്ത് കൊടുക്കുമെന്നും എന്ന കമന്റ് മാത്രമാണ് പൃഥ്വിരാജ് പറഞ്ഞതെന്നും വിനീത് വിശദീകരിക്കുകയുണ്ടായി. പണ്ടുള്ളതൊക്കെ പുള്ളി ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ കളിയാക്കലും വിമർശനങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ വരുന്നതൊക്കെ ടാർഗറ്റഡ് ആക്രമണങ്ങളാണ്, വിനീത് പറയുകയുണ്ടായി. 16 വർഷത്തോളമായി കടുത്ത പൃഥ്വിരാജ് ആരാധകൻ എന്ന നിലയിൽ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം കാണുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞൊരു പോസ്റ്റ് ഇടണമെന്ന് തോന്നിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമാ താരങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ പുതിയ കാര്യമല്ല. എന്നാൽ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ ഇത് വ്യക്തിപരമായ വിദ്വേഷ പ്രചാരണത്തിന്റെ തലത്തിലേക്ക് വളർന്നിട്ടുണ്ടെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ഒരു വ്യക്തിയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ കുറ്റവുമാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ഈ വ്യാജ പ്രചരണങ്ങൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും വ്യക്തിപരമായ വിദ്വേഷങ്ങൾ വളർത്തുകയും ചെയ്യും. സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വസ്തുതകൾ പരിശോധിക്കാതെയും ഔദ്യോഗിക ഉറവിടങ്ങൾ സ്ഥിരീകരിക്കാതെയും വാർത്ത നൽകുന്നത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കുകയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ നിയമപരമായ നടപടികൾ ആവശ്യമാണോ എന്ന് പൃഥ്വിരാജിന്റെ ടീം പരിഗണിക്കുമോ എന്നതും കാത്തിരുന്ന് കാണാം.